guys, welcome to my channel. Okay, I have been selected as a cabin crew member at Indigo, so I want to share my little story with you guys. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂവിന് എത്തിയത്. രാവിലെ 7:30 ആകുമ്പോഴത്തേന് എത്തേണ്ട ബസ് ഞങ്ങൾ അവിടെ എത്തിയത് 10 മണിക്കാണ്. 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയത് റോങ് സ്റ്റോപ്പിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഞങ്ങൾക്ക് പിന്നെയും പോകാനുണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻ്റർവ്യൂ നടന്ന ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ നല്ല ലേറ്റായിരുന്നു. 12 മണി വരെ, 9 മണി തൊട്ട് 12 മണി വരെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. ഞാൻ എത്തിയത് 12:05 ഗൈസ്. എന്നിട്ടും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഒരു 3-4 റൗണ്ട് ചെയ്ത് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് അതും അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഗ്രൂമിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പാൻറ്റൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേനും പാൻറ്റ് ഇട്ടതിന് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ഓടിക്കായിരുന്നു. സ്കേർട്ട് ഇട്ടവർ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ എന്തായാലും പാൻറ്റ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാൻറ്റൊക്കെ മാറ്റി ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ കയറുമ്പോഴത്തേനും ഒരു 12:15 ആയി. എന്നിട്ട് അപ്പം ഇത്രയും GD ബാക്കിയുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത റൗണ്ടിൽ കയറാമെന്നുകൊണ്ട് എനിക്ക് ടെൻഷനായിട്ട്, ഓൾറെഡി ലേറ്റായിട്ട് ആ ഒരു ടെൻഷനിൽ ഇരിക്കുന്നതുകൊണ്ട് അടുത്ത റൗണ്ടിൽ കയറാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അതാണ് ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. പക്ഷെ അതൊരു ഇമ്പാക്റ്റ് ഇല്ലാണ്ട് അങ്ങനെ പോയി. എന്താ ഉണ്ടായിച്ചാൽ ലാസ്റ്റ് റൗണ്ട് GDയിലാണ് ഞാൻ കയറിയത്. അത് ഓൾറെഡി അവർ 15 പേരെ വെച്ച് GD റൗണ്ട് എടുത്തുകൊണ്ടിരിക്കുക. 15 പേരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ അവരെ എനിക്ക് അവരുടെ അറ്റൻഷൻ എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ടായി, ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ബാക്കി 3 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. കാരണം 3 പേർക്ക് വേണ്ടി വേറെ GD എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 15 കൂടി 18 പേരുള്ള GDയിലായിരുന്നു ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് റൗണ്ട് GD. അതും എൻ്റെ ഇൻ്റർവ്യൂ എന്നായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ ഇൻ്റർവ്യൂ October 15 ഗൈസ്. യെസ്, ഇൻ 2025. അപ്പോൾ ഈ October 15 അല്ല 17 അപ്പം 2025 കഴിഞ്ഞ ഇൻ്റർവ്യൂ ആണ്. ഞാനിപ്പോഴും വീട്ടിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം, അവിടേക്ക് നമുക്ക് എത്താം. അങ്ങനെ GD ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 18 പെൺപിള്ളേരുടെ 3 പേരെ സെലക്ട് ചെയ്തു ഗൈസ്. 3 പേരിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒന്നാമത്തെ ഞാൻ ഭയങ്കര ടെൻഷനിൽ, എനിക്കാണെങ്കിൽ AC തീരെ പറ്റില്ല. ആ റൂമിലാണെങ്കിൽ ഭയങ്കര AC. ഞാൻ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കായിരുന്നു, മുടി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക. അതിനിടെ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് ഞാൻ സംസാരിച്ചു. അങ്ങനെ എന്നിട്ട് കിട്ടി. എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഹോബീസിനെ പറ്റിയിട്ട്. അപ്പം ഹോബീസിൽ എനിക്കാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്ര ഹോബീസ് ഉണ്ട് എനിക്ക്. എന്നിട്ട് എനിക്ക് ഹോബീസിനെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, GD ക്ലിയർ ആയി. അങ്ങനെ GD റൗണ്ട് കഴിഞ്ഞിട്ട് 3 പേരെടുത്ത് അടുത്ത നേരെ ഒരു ക്വിക്ക് ഹൈറ്റ് ചെക്ക് ആയിരുന്നു. ഹൈറ്റ് ചെക്കിലാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് പാസ്സായി. കാരണം ഞാൻ 159 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹൈറ്റ് ചെക്കിലാണെങ്കിൽ അവർ കാര്യം ചെയ്ത് 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് ഹൈറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് 155 ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കിട്ടിയില്ല. ആ കുട്ടി 154 എന്ന് പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്തു അവിടെ വെച്ചിട്ട്. പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. നല്ല കുട്ടിയായിരുന്നു അത്. എന്നിട്ട് ആ കുട്ടി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അവിടെ നിന്നിട്ട്. പക്ഷെ എനിക്ക് സങ്കടം വന്നു കേട്ടോ. എനിവേസ്, നമ്മൾ ഹൈറ്റ് ചെക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നെക്സ്റ്റ് റൗണ്ടായിരുന്നു വെർച്വൽ റൗണ്ട് ഓർ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് എന്നും പറയാം. ഇവിടെയാണ് നമ്മൾ അവർ നമ്മളുടെ ഹിന്ദി ഓർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്യണത്. ഹിന്ദി ഓറല്ല, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പം നെക്സ്റ്റ് റൗണ്ട് വെർച്വൽ റൗണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ എന്നിട്ട് എൻ്റെ പേര് വിളിച്ച് ഹാളിൻ്റെ ഉള്ളിൽ കയറി. ആ ഹാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ ഒരു വലിയൊരു മീറ്റിംഗ് ഹാള്. അതിൻ്റെ ഒരു കോർണറിൽ ഞാനിങ്ങനെ ഇരിക്കാം. എൻ്റെ ഫ്രണ്ടിൽ ഒരു ലാപ്ടോപ്പുണ്ട്. ലാപ്ടോപ്പിൽ ഒരു HR ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചെന്നിരുന്നപ്പോൾ തന്നെ ആ മാം എന്തോ ചെയ്തുകൊണ്ട്, ഒരു ലേഡി HR ആയിരുന്നു. ആ മാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓക്കെ മാം വെയിറ്റ് ചെയ്യാന്നുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ലാപ്ടോപ്പിൻ്റെ മുന്നേ ഒരു കിളി പോയൊരു പെണ്ണിനെ മാതിരി ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി, മാം വന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു തുടങ്ങി.
എന്നിട്ട് ഒരു 15 ക്വസ്റ്റ്യൻസെങ്കിലും എന്നെ മിനിമം ചോദിച്ചിട്ടുണ്ട് അതിനോട്. ഞാനിങ്ങനെ ഇരുന്ന ഒരു 20 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ഹിന്ദി അത് കഴിഞ്ഞിട്ട് ഹിന്ദി എന്നോട് ചോദിച്ചു. ഹിന്ദി ഒരു 3 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹിന്ദി റൗണ്ട് കഴിഞ്ഞു. പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പുറത്തിങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല, കാരണം എനിക്ക് അന്ന് അത്ര ഹിന്ദി ഒന്നും അറിയണ്ടായിരുന്നില്ല. എന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നാലും അന്നേക്ക് ഇത്രയും അറിയണ്ടായിരുന്നില്ല. ഞാൻ ബൈഹാർട്ട് പഠിച്ചു വെച്ചാൽ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്, അതിനെ തിരിച്ചും മറിച്ചും പറയാൻ എന്ത് ചോദിച്ചാലും ഞാൻ അതും ഇതൊക്കെ പറയും. അങ്ങനെ മാനേജ് ചെയ്തതാണ് ഞാൻ. എന്നിട്ട് അതെനിക്ക് ഭയങ്കര ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ HR വന്നു. അന്ന് മെയിൻ HR എല്ലാ റൗണ്ടും എടുക്കുന്നത് വേറെ HR ആണ് കേട്ടോ. ഒരു റൗണ്ടിൽ നമ്മൾ എടുത്ത HR തന്നെ എടുക്കില്ല, എല്ലാം വേറെ HR ആണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ എൻ്റെ HR പേര് പവിത്ര എന്നായിരുന്നു. പവിത്ര മാമാണ് ഫസ്റ്റ് റൗണ്ട് എടുത്തത്. സെക്കൻഡ് റൗണ്ട് എടുത്തത് വേറെ ഏതോ മാമായിരുന്നു, ഒരു ഓൺലൈനിൽ വെർച്വൽ ഇൻ്റർവ്യൂ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ. പക്ഷേ ഒരു ഓവറോൾ ഇൻ്റർവ്യൂ ഡേയിൽ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ എടുക്കുന്ന HR ആണ്, പവിത്ര മാമായിരുന്നു. അപ്പം പവിത്ര മാം ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഒന്നും പറഞ്ഞില്ല. കുറച്ച് പെൺപിള്ളേരുടെ പേര് വിളിച്ചു. എന്താ പറയുക, കുറച്ച് പെൺപിള്ളേരുടെ പേര് വിളിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് എന്താ സംസാരിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് വലിയ സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അന്ന് എൻ്റെ ഒരു മോശമായിട്ടുള്ള ദിവസമായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് ഗ്രൂം ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ റെഡി ആയിട്ടല്ല ചെന്നേക്കണം. പക്ഷെ എന്നാലും എന്തായി, എനിക്ക് കിട്ടി. കാരണം എന്താ വെച്ചാൽ ആ വിളിച്ചിട്ടുണ്ടായിരുന്ന പെൺപിള്ളേരെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം അവർ ഈ റൗണ്ട് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാറ്റിയെടുത്ത് സമാധാനിപ്പിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത മെഡിക്കൽ റൗണ്ടിന് വേണ്ടി റെഡി ആവണം, നിങ്ങൾ ഈ റൗണ്ട് ക്ലിയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മെഡിക്കൽ റൗണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഫോം തന്നു. ഫോമിൽ എല്ലാം ഉണ്ട് ഗൈസ്, എല്ലാം. ഹൃദയരോഗമുണ്ടോ, കിഡ്നിക്ക് രോഗമുണ്ടോ, അലർജി ഉണ്ടോ, മോഷൻ സിക്നെസ് ഉണ്ടോ, എല്ലാം ചളിക്കും. മൈഗ്രെയിൻ ഉണ്ടോ, നമ്മളെ പീരിയഡ്സിനെ പറ്റിയിട്ടും, ഹൈറ്റ്, വെയിറ്റ്, കണ്ണ്, എല്ലാം നമ്മൾ അടിമുടി. പ്രാന്തുണ്ടോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വരെ അതിൽ ചോദിക്കേണ്ടത്. നമ്മളതിൽ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യണം. എന്നിട്ട് എന്താ, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് സ്റ്റോക്കിങ്സൊക്കെ ഊരിയിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ മെഡിക്കൽ റൗണ്ടിലാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. എല്ലാവരും ദയവ് ചെയ്ത് ഈ ഹാഫ് സ്ലീവ് ഇട്ടുകൊണ്ടും പോകാട്ടോ, ഫുൾ സ്ലീവ് ഇടരുതെന്ന് പ്രത്യേകം വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ യൂണിഫോം ഇത്ര കാണുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് അവരെ സ്കാർ ചെക്ക് ചെയ്യണം അത്രയും ഭാഗത്തേക്ക്. അപ്പം എൻ്റെ കൂടെ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ട് ഷർട്ട് ഊരിപ്പിച്ചിട്ട് അവർ കൈ സ്കാർ ചെക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹാഫ് സ്ലീവ് ഇട്ടിട്ട് പോവാം. ചിലപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവേഴ്സും ഒന്നും ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് ആണെന്നില്ല, എന്നാലും എൻ്റെ HR അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ. എന്നിട്ട് മെഡിക്കൽ റൗണ്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അവർ ലഞ്ച് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി. എന്നിട്ട് വന്ന് ഒരു 3:30 ആകുമ്പോഴത്തേനാണെന്ന് തോന്നുന്നു തുടങ്ങിയത്. എന്നിട്ട് എന്തുണ്ടായി, എന്നിട്ട് അവർ വന്നിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം BMI ചെക്ക് ചെയ്തു, ഹൈറ്റ് വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ടാണെങ്കിൽ എൻ്റെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ കുറച്ചു. എന്നിട്ടാണെങ്കിൽ എൻ്റെ വെയിറ്റ് 2-3 കിലോ അവർ കൂട്ടി. അപ്പോൾ എന്നാണ് എൻ്റെ BMI പുറത്ത് പോയി. പക്ഷേ ബോർഡറിലാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. ബോർഡറിൻ്റെ ഒക്കെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ BMI അന്ന് ബോർഡറിലായിരുന്നു. എന്നിട്ട് 22ൻ്റെ ബോർഡറിലായിരുന്നു. 22ൻ്റെ ബോർഡറിലാണെങ്കിലും 18ൻ്റെ ബോർഡറിലൊന്നും ആരും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. 18 to 22 ആണല്ലോ. 18 to 22 ആണോ 20 ആണോ? 22. ഓക്കെ, അപ്പോൾ 22ൻ്റെ ബോർഡറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെന്നെ ഇതാക്കി വിട്ടു. എന്നിട്ട് അവർ റെക്കമെൻഡേഷനിൽ എഴുതും ഇന്നതൊക്കെയാണ് പ്രശ്നം. അതിൽ എന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരതിൽ എഴുതി വെയിറ്റ് കുറയ്ക്കാനുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ കണ്ണ് ചെക്ക് ചെയ്തു, കളർ ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു പാസേജ് വന്നിട്ട് ഇങ്ങനെ ദൂരത്തെ പിടിച്ചിട്ട് നമ്മളോട് വായിക്കാൻ പറയും. അതൊക്കെ വായിച്ചു. പിന്നെ എന്താ ചെയ്തത്, എൻ്റെ കൈ ഫുൾ വെറ്റ് ടിഷ്യൂ വെച്ച് കൺസീൽ ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് നോക്കി. പിന്നെന്താ ചെയ്ത, അങ്ങനെ മെഡിക്കൽ റൗണ്ട് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. സമയം ഒരു 5:30-6 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ പേര് വിളിച്ചത്. അതും ഇവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കണ മാതിരി എല്ലാവരും കഴിഞ്ഞു. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത്. അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. അവരെന്നെ പറ്റി എന്തോ പറയുന്നത് തോന്നുന്നു.
കാരണം എനിക്കിവിടെ സ്കാർ ഉണ്ടായിരുന്നു, എൻ്റെ കാലിൽ ഇച്ചിരി സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഇത്രയ്ക്ക് അവർ മറ്റേ മെയിൻ എച്ച്ആറിനോട് പറയായിരുന്നു തോന്നുന്നു എനിക്ക്. പിന്നെ എന്നെ ആദ്യക്ക് വിളിച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. നമ്മൾ ആ ഫൈനൽ റൗണ്ടിലും ജസ്റ്റ് ഒന്ന് സ്കാർച്ചൊക്കെ ഒരു ചെറുതായിട്ട് ഒന്ന് ചെയ്യും, അവർക്കൊന്ന് സമാധാനമാകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജസ്റ്റ് കൈ ഇങ്ങനെ നീട്ടി കാണിച്ച് സ്കാർ ചെക്ക് ചെയ്തു. എല്ലാം നമ്മുടെ എല്ലാ പ്രൊഫൈൽസും ഇങ്ങനെ നോക്കും, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അപ്പം അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പവിത്ര മാം വീണ്ടും വന്നിട്ട് കുറച്ച് പേര് വിളിച്ചു. ആ ഫൈനൽ റൗണ്ടിൽ മൊത്തം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 200 കാൻഡിഡേറ്റ്സ്, എവിടെ പോയാലും ഏത് വെന്യൂലാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 200 കാൻഡിഡേറ്റ്സ് വരും. കൊച്ചിയിലൊക്കെ പിന്നെ പറയണ്ട. അവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഫൈനൽ PI റൗണ്ടിലാണ് 8 കാൻഡിഡേറ്റ്സ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെയാണ് സെലക്ട് ചെയ്തത്. ആദ്യം അവർ 4 പേരുടെ പേര് വിളിച്ചു, പിന്നെ അതിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയില്ല, കാരണം ഇതിന് മുന്നേ ഇങ്ങനെയാണോ ഉണ്ടായത്. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങോട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ ഇരുന്നു, അവർ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 4 പേരെ വിളിച്ച് അവർ സമാധാനിപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ സെലക്ട് ആയി എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് സന്തോഷിക്കാനും തോന്നുന്നില്ല, ഒന്നിനും തോന്നുന്നില്ല. എന്താ അറിയില്ല, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊക്കെ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും ലാസ്റ്റ് എനിക്കത് കിട്ടിയെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ആ ഒരു സന്തോഷിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അങ്ങനെ അവർ നമ്മുടെ എന്തൊക്കെ മേടിച്ച് വെച്ചു, ആധാർ കാർഡ് മേടിച്ച് വെച്ചു, CV മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് വരും. നമ്മുടെ ഐഫ്ലൈനിൽ നിന്ന് ആരോ ഡയറക്റ്റ് നമ്മളതിനെ വിളിച്ചിട്ട്, നമ്മളതിനല്ല അവർ ലാപ്ടോപ്പിൽ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കും. സോറി കേട്ടോ, അന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ, പിന്നെ വൈഷ്ണവി പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഖുഷി പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര്. അങ്ങനെ ഞങ്ങൾ 3 പേരേനെയും കൂടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ തന്നു. അതൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ഒരു 7:45 8 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എൻ്റെ അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര രാവിലെ ഉച്ചയാകുമ്പോഴാണ് ഞാൻ എത്തിയത്. നമ്മളെപ്പോൾ ചെന്നാലും നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം 7 മണി 8 മണിക്ക് നേരത്താണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അത്രയും നേരം എൻ്റെ അച്ഛൻ അവിടെ കാർ പോർച്ചിൽ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് പാരൻസിന് ഒരു വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വിഷമമായ കാര്യമായിരുന്നു കേട്ടോ. പാരൻസ് എല്ലാവരും കാർ പോർച്ചിൽ പാർക്കിംഗ് ഏരിയയിൽ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം വെയിറ്റ് എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് അച്ഛനോടൊക്കെ പോയി പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് മന്ത് നവംബർ 5-ാം തീയതി ഞാൻ പിന്നെയും HR-നെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് പോയിട്ട് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഓക്കെ, എൻ്റെ എല്ലാ സെലക്ഷൻ അവിടുത്തെ ഇൻ്റർവ്യൂവിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അങ്ങനെ നവംബർ 5-ാം തീയതി തീർന്നു. ഞാൻ സെലക്ട് ആയത് ഒക്ടോബർ 17-ാം തീയതി ആയിരുന്നു കേട്ടോ. ഒക്ടോബർ 17-ാം തീയതി കഴിഞ്ഞിട്ട് ഞാനൊരു വെയിറ്റ് ചെയ്യലുണ്ടായിരുന്നു. ഞാൻ ഒക്ടോബർ ഒരു 29 ഒക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ മെയിലൊക്കെ എനിക്ക് വന്നത്. അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഞാൻ സെലക്ട് ആയില്ലേ എന്നൊക്കെ അറിയാം. എന്നാലും ബാക്കി അടുത്തത് എന്താണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഓറിയൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്നതൊക്കെയാണ് അടുത്ത പ്രോസസ്സ്, നിങ്ങൾക്ക് മെയിൽ വരും, അപ്പോൾ ഇത് പോയി അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ. എന്നാലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ടെൻഷനായി. എനിക്കാണെങ്കിൽ ഒരു മെയിലും കിട്ടണില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് മെയിൽ കിട്ടി. ഞാനിത് പോയി സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രീ ഹയർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രീ ഹയർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു നവംബർ 14-നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ ഹയർ ട്രെയിനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷ്യൻസി 50%, ബ്രീഫിങ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ജേണി തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ പ്രീ ഹയർ ട്രെയിനിങ് കഴിഞ്ഞ് എൻ്റെ ഫൈനൽ ഇവാലുവേഷനും കഴിഞ്ഞ് അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, എനിക്ക് നല്ലൊരു ട്രെയിനറിനെ കിട്ടി. എല്ലാം നല്ല രസമായിരുന്നു. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. വൈകുന്നേരം കഴിഞ്ഞ് നമുക്ക് ബഡി പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫുൾ തിരക്കായിരുന്നു. ഇത്രയും ഇത് കഴിയണ വരെ ഫുൾ സ്ട്രെസ്സ്, ഫുൾ പഠിത്തം, എല്ലാവരായിട്ടും പ്രാക്ടീസ് ചെയ്യണോ, അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല എനിക്കിഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ എൻ്റെ 2 മെഡിക്കൽസ് കഴിഞ്ഞു. ക്ലാസ് 1 മെഡിക്കൽസിന് പോയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് 1 മെഡിക്കൽസിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യും. നമ്മുടെ ഹാർട്ട് ചെക്ക് ചെയ്യും, നമ്മുടെ ECG എടുക്കും, ഹൈറ്റ് വെയിറ്റ് എല്ലാം ഫുൾ സ്കാൻ ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എൻ്റെ 4 കുപ്പി ബ്ലഡ് അവരെടുത്തുകൊണ്ട് പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഇതിൻ്റെ എക്സ്റേ എടുക്കും, ഇവിടുത്തെ എന്താ റിക്കേജ് അല്ലേ, അതിൻ്റെ എക്സ്റേ എടുക്കും. അങ്ങനെ അത് മെഡിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യാം, ചെവി ടെസ്റ്റ് ചെയ്യും. അത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ഹെഡ്ഫോൺസ് ഒരു ഭയങ്കര ചെറിയൊരു മൈന്യൂട്ട് ബീറ്റ് സൗണ്ട് കേൾപ്പിക്കും. അവരത് കേൾക്കണ്ടോ അതൊന്ന് റെക്കോർഡ് ചെയ്യും. അങ്ങനെ എല്ലാ ടെസ്റ്റും ഒരു ദിവസം മുഴുവൻ ഞാൻ ടെസ്റ്റുകൾക്ക് വേണ്ടി ടെസ്റ്റിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതൊന്നും നമ്മളല്ല പേ ചെയ്യണത്, ഇൻഡിഗോ പേ ചെയ്യും. ഇൻഡിഗോ നമുക്ക് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി ഇത് മെഡിക്കൽസ് ചെയ്യേണ്ടി വരും. അങ്ങനെയായിരുന്നു ക്ലാസ് 1 മെഡിക്കൽസ്. എൻ്റെ മെഡിക്കൽസ് ഒരു ടെനറ്റ് ഡയഗ്നോസ്റ്റിക്സിൽ വെച്ചിട്ടായിരുന്നു, ബാംഗ്ലൂരുള്ള. പിന്നെ എൻ്റെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് 2 മെഡിക്കൽസ് വന്നു. ക്ലാസ് 2 മെഡിക്കൽസ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇൻഡിഗോൻ്റെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. അതും നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഡിഗോൻ്റെ ക്രൂ മെമ്പേഴ്സ് അങ്ങോട്ട് പോകുന്നു, അവർ വരുന്നു, ബാഗൊക്കെ ആയിട്ട് വരുന്നു. നമ്മൾ ഇനി യൂണിഫോം ഇടും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ അവരൊക്കെ ബ്രീഫിങ്സൊക്കെ ഇങ്ങനെ റിവൈസ് ചെയ്യണതും അവരെ പ്രീ ഫ്ലൈറ്റിലുള്ള കുറേ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ നമ്മളിങ്ങനെ കണ്ടു. കുറേ ക്രൂ മെമ്പേഴ്സിനെ കണ്ടു വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് PVC പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം കമ്മീഷണറിൻ്റെ അടുത്തുനിന്ന്. അപ്പം ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. ഇനിയിപ്പം എൻ്റെ ഒരുവിധം എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആകെ കിട്ടാനുള്ളത് എൻ്റെ ജോയിനിങ് ഡേറ്റ് മാത്രമാണ്. ജോയിനിങ് ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും കിട്ടാം. എനിക്ക് 2-3 ദിവസം മുന്നേ ഇൻഡിഗോൻ്റെ HR-നായിട്ട് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ജോയിനിങ് ഡേറ്റ് കിട്ടാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ജോയിനിങ് ഡേറ്റ് കിട്ടാം. അപ്പോൾ റെഡി ആയിട്ടിരിക്കണം, ബോഡിയൊക്കെ സെറ്റ് ആവണം, സ്കിന്നൊക്കെ നന്നായി സൂക്ഷിക്കണം, നന്നായി സ്ട്രെങ്ത് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളവിടെ ഐഫ്ലൈയിൽ ചെന്നിട്ട്, ഡൽഹിയിൽ ഐഫ്ലൈയിലാണ് ട്രെയിനിങ്. എനിക്ക് ഡൽഹി ഐഫ്ലൈ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് ഡൽഹി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 months ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പ്രീ ഹൈ ട്രെയിനിങ് കഴിഞ്ഞു. ഇപ്പം ഇനി ജോയിനിങ് ഡേറ്റ് വരണം, ഡൽഹി പോകണം, ട്രെയിനിങ് കഴിയണം, ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇത്രയ്ക്കുള്ള എൻ്റെ വിശേഷം. ഇത്രയ്ക്കുള്ളൂ എന്ന് വിചാരിക്കണോ, എന്തൊക്കെ ഇനി മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ, പിന്നെന്താ പറയണ്ടേ? പിന്നൊന്നുമില്ല. എന്ത് ഹെൽപ്പാണ് വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തെങ്കിലും എൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിലോ എനിത്തിങ് എന്ത് വേണമെങ്കിലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം. ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വേറെ ഐ വിൽ ബി ഷെയറിങ് എൻ്റെ മെഡിക്കൽസിനെ പറ്റിയിട്ടും ഒക്കെ ഇടുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ നാളെയൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാം. ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്, കാരണം ഇത്രയും ദിവസം ഞാൻ എൻ്റെ പ്രീ ഹൈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പഠിക്കണതും ക്ലാസ്സസൊക്കെ ആയിട്ട് ഫുൾ ഡേ ഞാൻ ബിസി ആയിരുന്നു ഇത്രയും ദിവസം. ഫൈനലി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് അവസാനമായിട്ട് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്ന സമയം. സോ ഈ സമയത്ത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ ചെയ്യുക, പിന്നെ ഒന്നും ചെയ്യാനില്ല. കുറേ വീഡിയോസൊക്കെ ഇടാം. പിന്നെ ജോയിനിങ് ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് വയ്യ, ഇനി ഞാൻ ഹൈഫ്ലൈ പോയിട്ടൊരു വെലസും. എനിക്കറിയില്ല, ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഭയങ്കര കിഡ്നാപ്പിംഗ് കേസസൊക്കെ ആയിട്ട് 800 പേരെന്നെ കണ്ട് കിഡ്നാപ്പ് ചെയ്ത് കാണാണ്ടായിട്ടിരുത്താം. എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഇച്ചിരി പേടിയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മൾ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. എനിക്ക് എന്തായാലും ഞാൻ സെലക്ട് ആയി, ഞാൻ എൻ്റെ
ഡ്രീം ജോബ് ലാൻഡ് ചെയ്ത് തന്നിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ പോയല്ലേ പറ്റുള്ളൂ. അവർ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ. സോ നമുക്ക് ജോയിനിങ് ഡേറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഡൽഹിയിലെ ട്രെയിനിങ്ങിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. എൻ്റെ പൊന്നെ, എനിക്ക് അതിലും വലിയൊരു സർപ്രൈസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രീ ഹയർ ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് എൻ്റെ വീട് എവിടെയാണെന്ന് എൻ്റെ ട്രെയിനർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് കേരളത്തിലാണെന്ന്. എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടാ, കേരളത്തിൽ നിന്ന് സൗത്തിൽ നിന്നൊന്നും അങ്ങനെ കാൻഡിഡേറ്റ്സ് വരാറില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ ഇതെൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണോ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വാസ് ഹാപ്പി. അങ്ങനെ നമ്മൾ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. യെസ്. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.